ഇത് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഷുഗറുകാർക്ക് പറ്റിയ ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വെട്ടുമലക്കറി വാങ്ങിക്കുമ്പോൾ ഈ ഐറ്റംസ് എല്ലാം പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു സാധനമാണ്. അത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ. അത് ഇന്ന് ഞാനത് കറിയാക്കും. അപ്പം ബാക്കി ഐറ്റംസ് ഒന്നും ചീത്തയാവാത്തതുമില്ല. ബാക്കി ഞാൻ കാണിച്ചു തരാം. ഈ ഐറ്റംസ് ഒന്നും ചീത്തയാവാത്തതാണ്. പിന്നെ ഇതും ചീത്തയാവും, പക്ഷെ അത് ഞാൻ നാളെ എടുക്കും. അപ്പോൾ ഇങ്ങനെ ഐറ്റംസ് കാണിച്ചാൽ നമുക്ക് ഓരോ ദിവസവും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കാണിച്ചു തരാം നിങ്ങളെ എന്താ ഞാൻ ചെയ്യുന്നതെന്നേ. അപ്പം കണ്ടല്ലോ ഞാൻ എന്തൊക്കെ പച്ചക്കറികൾ ഇടുന്നതെന്ന്. അതെല്ലാം ഇങ്ങനെ ചെറിയ പീസസ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് വെച്ച്, പിന്നെ നമ്മുടെ ഒറ്റ ഒരു സവാളയും ഒരു പച്ചമുളക് ഇടും. ഒരേ ഒരു പച്ചമുളക്, ഭയങ്കര എരി ഇവിടുത്തെ പച്ചമുളക്. അപ്പം ഇവിടുത്തെ പച്ചമുളകല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു ഉണ്ടമുളക്. അത് കാണിച്ചു തരാം ഞാൻ. ഇത് ഭയങ്കര എരിയാണ് കേട്ടോ ഇത്. അപ്പം ഈ ഒരൊറ്റ പച്ചമുളക് ഇടുന്നോളൂ. അപ്പം ഞാൻ അടുപ്പിൽ കുക്കറാണ് വെച്ചേക്കുന്നത്. അപ്പം ഗ്യാസ് ഓൺ ആക്കി കൊടുക്കുക. നമുക്ക് മീൻകറി റെഡി ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിരിക്കും. ഇതൊന്ന് പെട്ടെന്നൊന്ന് ആയാൽ നമുക്ക് ചോറുണ്ണാൻ പറ്റും. അപ്പം ഇത് ഇച്ചിരി ഒന്ന് ചൂടായാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് പൊട്ടിക്കുക. വേണമെങ്കിൽ ഒരു വറ്റൽമുളകും കൂടെ ഇടാം, വേണമെങ്കിൽ. അപ്പം ഞാനിപ്പോൾ ഇടുന്നില്ല. അപ്പം ഇത് ഒന്ന് ചൂടാവട്ടെ. ചൂടായാലും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഷുഗറുകാർക്ക് ബെറ്ററാണ് ഇങ്ങനെയുള്ള വെള്ളം കൂടുതലുള്ള പച്ചക്കറികളെല്ലാം നല്ലതാണ്. അതായത് വെട്ടുമലക്കറികളെല്ലാം നല്ലതാണ്, എക്സെപ്റ്റ് ഉരുളക്കിഴങ്ങ് വെട്ടുമലക്കറിയിൽ വരുന്നതാണ്, അത് വലുതായിട്ടാണ് തരുന്നത്. പക്ഷെ വെട്ടി ഇടുന്ന പച്ചക്കറികൾ, നമ്മൾ വെട്ടുമലക്കറി മേടിക്കുമ്പോൾ വെട്ടി ഇടുന്ന വെള്ളം അതായത് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള പച്ചക്കറികൾ നമുക്ക് ഒന്ന് വെള്ളം ഇതിൻ്റെ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇതാവും കേട്ടോ, എളുപ്പമായി ഇതാവുന്നേ. ഇതിൻ്റെ കൂടെ വേറെ ഇതൊക്കെ ഇട്ടിട്ട് വേറെ ഐറ്റംസ്, മസാല ഐറ്റംസ് വേറെ ഒന്നും അധികം ചേർക്കത്തില്ല. ഇച്ചിരി ജീരകപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഒരു സാധനം കൂടെ ചേർക്കും, അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്കാം. കടുക് ചേർത്തിട്ടുണ്ട്. അതൊന്ന് റെഡിയാകുമ്പോൾ നമുക്ക് കടുക് ഒന്ന് പൊട്ടുമ്പം നമുക്ക് ഈ പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് ചുരുങ്ങത്തില്ല, നമ്മൾ വെന്ത് വരുമ്പോൾ ഒരുപാട് ചുരുങ്ങത്തില്ല. ഇതിന് വെള്ളമൊന്നും ചേർക്കുകയും ചെയ്ത് ഇത് വേവിക്കുന്ന സമയത്ത്, കാരണം ഇതിനകത്ത് ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുക. വിസിലൊന്നും കേൾപ്പിക്കാനായിട്ട് അവസരം കൊടുക്കണ്ട. ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് വെന്തിരിക്കും. നമുക്ക് വെയിറ്റ് ഒന്നും ഇടാതെ നമുക്ക് ആവി വരുമ്പോൾ ഒന്ന് വെയിറ്റ് ഇട്ടിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ എടുത്താൽ മതി, പെട്ടെന്ന് റെഡിയാവും. പിന്നെ റെഡിയായി വരുമ്പോൾ ഇച്ചിരി കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടുക. അതെല്ലാവർക്കും അറിയാവുന്ന സംഭവമല്ലേ. അപ്പം നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കിട്ടിയിട്ടുണ്ട്. ഞാൻ താക്കിയാൻ വെച്ച് അതിൽ നിന്ന് ഇച്ചിരി എടുത്ത് നമുക്ക് അവസാനം ഇടാം. അപ്പോൾ അത് നല്ല മണം വരും കേട്ടോ. അപ്പം ഞാൻ കടുക് പൊട്ടുന്നുണ്ട്, കടുക് പൊട്ടി തീർന്നു. അപ്പം ക്ഷമയുണ്ടാകണം കേട്ടോ. കടുക് പൊട്ടുന്നത് അതിന് എണ്ണ ചൂടാവുന്നത് വരെ. അപ്പോൾ ഇതൊന്ന് ഇളക്കുക. എണ്ണയിലൊന്ന് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പം തന്നെ മസാല ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കും. ഉപ്പിടുക, ഉപ്പിട്ടിട്ടില്ലായിരുന്നല്ലോ, ഉപ്പിടുക, ജീരകം ഇടാം, മഞ്ഞൾപ്പൊടി, ഇത് മാത്രം. പിന്നെ ഒരു പച്ചമുളക്, ഒരു പച്ചമുളക്, ജീരകം ഇട്ട് ഈ മഞ്ഞൾപ്പൊടി. ഇത് വെച്ചാണെങ്കിൽ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആ പച്ചമുളക് ഒന്ന് കീറിയിട്ടേക്കാം കേട്ടോ. ഭയങ്കര എരിയാണിത്, ഭയങ്കരമായ എരി. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചായി പച്ചമുളക് എടുക്കുന്നത് കേട്ടോ. അപ്പം ഇതൊന്ന് ഒറ്റ കട്ടി ഒന്ന് ഇളക്കുക. കാരണം ആ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞു ഒന്ന് ഇളക്കുക.
ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെക്കുക. ഒന്ന് അടച്ചു വെക്കുക. ആവി വരുമ്പോൾ ഇച്ചിരി ഇങ്ങനെ ആക്കി വെക്കുക. അപ്പൊ ഇതൊന്ന് ആവി ഇങ്ങനെ മേളോട്ട് വരുമ്പോൾ ഇത് അടച്ചു വെക്കുക. വെറും 5 മിനിറ്റ്, അതിൽ കൂടുതൽ സമയമേ എടുക്കത്തില്ല. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, എൻ്റെ ഷോർട്ട് വീഡിയോസും ഉണ്ട്, കയറി കാണാൻ മറക്കണ്ട. അപ്പം ആവി വരുന്നുണ്ട്, ഞാനിത് ഇട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഷോർട്ട് വീഡിയോസ് ഉള്ളത് എൻ്റെ ഷോർട്ട് വീഡിയോസ് കയറി കാണുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ടേ. ഈ തേങ്ങ നമുക്ക് അവസാനം എല്ലാ പരുവായി വരുമ്പോൾ നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ അതുപോലെ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതൊക്കെ കാണുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നവർക്കൊരു സന്തോഷമാണ് നിങ്ങളുടെ കമൻസ് കേട്ടോ. ഞാൻ ഇതൊന്ന് കഴുകട്ടെ. ഓക്കെ, സൂപ്പറായിട്ട് വെന്ത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പരുവ് കേട്ടോ. ഈ ഉപ്പ് ഇച്ചിരി കുറവാണെന്ന് എനിക്കൊരു തോന്നൽ വന്നു. ഞാൻ ഇച്ചിരി ഉപ്പിടും, നോക്കട്ടെ. ഉണ്ട് ഉപ്പെന്നാലും. ആ ഒരേ ഒരു പച്ചമുളക് മാത്രമാണ് ഞാൻ ചേർത്തത് കേട്ടോ. അപ്പം ഷുഗർ ഉള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്യുക. ഇപ്പം ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 100 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിക്കാം. ഏറ്റവും കുറഞ്ഞ മലക്കറി എന്ന് പറയുമ്പം അത് 100 രൂപയാണ് കേട്ടോ. അപ്പം നിങ്ങൾ 100 രൂപയ്ക്ക് പച്ചക്കറി മേടിക്കുക. അതിനകത്തെ വാട്ടർ കണ്ടൻ്റ് ഉള്ള എല്ലാ ഐറ്റംസും കൂടെ ഞാൻ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തു. നല്ല സൂപ്പറാണിത് ടേസ്റ്റ് കേട്ടോ. എസ്പെഷ്യലി വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടുന്നത് കേട്ടോ. ഇത് ഞാൻ അടച്ചങ്ങ് വെക്കട്ടെ. ഞാൻ ഈർത്തൊന്നും ഇട്ടില്ല, നേരക്കുറവ് കൊണ്ട് ഈർത്തിടാൻ നിന്നില്ല. നമുക്ക് കുഴപ്പമില്ല, ഞാൻ എടുത്ത് കഴുകിയാൽ മതി. അപ്പം അത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എൻ്റെ പണി തീർന്നു. ഇങ്ങനെയാണ് ഇത് വെക്കുന്നത്. ഇത് ഞാൻ ഫൈനൽ രൂപം നിങ്ങളെ കാണിച്ചു തരാം. പാത്രത്തിലോട്ട് എടുത്ത് വരും. ഇനി ഇടുന്നത് എന്താണ്? നമ്മുടെ തേങ്ങാക്കുട്ടൻ. അത് ഞാനൊന്ന് ഇട്ടൊന്ന് ഇളക്കി. നല്ല സൂപ്പറാണിത് കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് ഇതിനെ ഇവിടെയൊക്കെ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾക്കുള്ള 2 പേരുടെ പച്ചക്കറി. ഇതിൽ കൂടുതലാണ് കഴിക്കുന്നത്. ഞാൻ എല്ലാ തടിയങ്കായും ചേർത്തില്ല. ഞാൻ തടിയങ്ക, മത്തങ്ങ, വെള്ളരി എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം എല്ലാവരും ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ട്രൈ ചെയ്യാതെ കണ്ടല്ലേ, സൂപ്പറാണ്. ഇതേ രീതിയിൽ നിങ്ങൾ വെച്ച് നോക്കുക, അടിപൊളി സാധനം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.